മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. പട്ടായ ഗേൾസ് അടിച്ചു പിരിഞ്ഞോ എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ കിച്ചണിൽ നെവീൻ്റെ വക ഒരു നാടകമുണ്ടായിരുന്നു. അതായത് അനുമോളെ ക്യാപ്റ്റൻ ആക്കാതിരിക്കാൻ വേണ്ടിയുള്ള നെവീൻ്റെ നാടകമാണ്. ആ കയറ് നെവീൻ കയ്യിൽ കൂടെ ചുറ്റി താഴെ വീണ് കിടക്കുകയാണ്. ആ സമയത്ത് നൂറ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നെവീൻ പാത്രം കഴുകുന്നത് വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്താൽ പോരായിരുന്നോ? എന്തിനാണ് വെറുതെ ഇപ്പോൾ കയറെടുക്കാൻ ശ്രമിച്ചത്? അപ്പോൾ സാബുമാൻ പറയുന്നത്, ഞാനും ആര്യനും അവിടെ നിൽക്കാൻ തയ്യാറായിരുന്നു. അനുമോളാണ് അതിബുദ്ധി കാണിച്ച് കയറ് അവൻ്റെ കൈയുടെ മുകളിൽ കൂടെ എടുക്കാൻ ശ്രമിച്ചത്. ഇത് കേട്ടതും നൂറയും ആദിലയും ഒരുപോലെ അനുമോളോട് ചാടിക്കടിക്കുകയാണ്. നിനക്ക് ഒരു കാര്യത്തിനും ക്ഷമയില്ല, അതാണ് നിന്നെ പലരും ടാർഗറ്റ് ചെയ്ത് ട്രിഗർ ചെയ്യാൻ വരുന്നത്. നിനക്ക് കുറച്ചു നേരം അവിടെ നിന്നാൽ എന്തായിരുന്നു? ആദ്യം ക്ഷമ പഠിക്ക്, അതിനും കൂടി വേണ്ടിയുള്ള ടാസ്ക്കാണിത്, അല്ലാതെ നിന്റെ ഇഷ്ടപ്രകാരം ചാടിക്കടിക്കാനുള്ളതല്ലെന്നൊക്കെ പറഞ്ഞ് അവർ ദേഷ്യപ്പെടുകയാണ്. ഈ ഒരു അവസരത്തിൽ അനുമോളുടെ കൂടെ നിന്നില്ലെങ്കിലും വഴക്കു പറയണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ ഫ്രണ്ട്സ് ചെയ്യേണ്ടത്. പിന്നെ ഈ ഒരു കാര്യം കൊണ്ട് മാത്രമല്ല പട്ടായ ഗേൾസ് അടിച്ചു പിരിയാൻ പോവുകയാണോ എന്ന് തോന്നാൻ കാരണം, കുറച്ചു മുമ്പ് ആദിലയും നൂറയും സംസാരിച്ചിരുന്നു. അനുമോളുമായിട്ട് കുറച്ച് അകലം ഇനി പാലിക്കണം. അനുമോളുടെ ഫ്രണ്ട്ഷിപ്പ് ജെനുവിനാണോ എന്ന് നമുക്കറിയില്ല. ജെനുവിനാണെങ്കിൽ പുറത്തിറങ്ങിയ ശേഷം നമുക്ക് ഫ്രണ്ട്സ് ആവാം. ഇനി ഇതിനുള്ളിൽ ഒരു ഫ്രണ്ട്ഷിപ്പും വേണ്ട, ഒരു ബ്രദർ സിസ്റ്റർ ബോണ്ടും വേണ്ട. അതായത് ഷാനവാസുമായിട്ടും അകലം പാലിക്കാനാണ് ഇവരുടെ തീരുമാനം. അങ്ങനെ ഒരു ഭയം ഇവരിൽ ഉണ്ടാവാൻ കാരണം ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡ് തന്നെയാണ്. ഗ്രൂപ്പ് കളിക്കാൻ വേണ്ടിയല്ല നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്, 3 പേരും എന്തിനാണ് ഒരുമിച്ച് നടക്കുന്നത്, എന്തിനാണ് ഡ്രസ്സിംഗ് റൂമിൽ പോകുന്നത് എന്നൊക്കെ ലാലേട്ടൻ ചോദിച്ചിരുന്നു. ആ ഒരു കാര്യം കൊണ്ട് ഇവർക്ക് ചെറിയ രീതിയിലുള്ള ഭയമൊക്കെ വന്നു തുടങ്ങി. ഇന്ന് 2-3 തവണ പ്രശ്നമുണ്ടായപ്പോഴും ഹൗസ് ക്യാപ്റ്റനായ ആദിലെ അനുമോള് വിളിക്കുന്നുണ്ടെങ്കിലും അനുമോളെ സപ്പോർട്ട് ചെയ്യാത്ത രീതിക്കാണ് ആദില സംസാരിച്ചതും. എന്ന് കരുതി ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് മൊത്തമായി പോയി എന്നല്ല, പക്ഷെ ആ ഒരു ഗ്രൂപ്പിസം ഇപ്പോൾ ഇവർ നിർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ ലാലേട്ടൻ ഓൾറെഡി വീക്കെൻഡ് എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, ഗ്രൂപ്പിസം ഒക്കെ ഇനി ഞാൻ തകർക്കുമെന്ന്. അതിനുവേണ്ടി തന്നെയാണോ ലാലേട്ടൻ ഇങ്ങനെ ആദിലയോടും നൂറയോടും പറഞ്ഞത് എന്നറിയില്ല. ഇപ്പോൾ എന്തായാലും അനുമോളോട് ആദിലയും നൂറയും ഒരുപോലെ ദേഷ്യപ്പെട്ടത് അനുമോൾക്ക് സങ്കടമായെന്ന് തോന്നുന്നു. മോഹമൊക്കെ വീർപ്പിച്ച് കെട്ടിയിരിപ്പുണ്ട്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.